വാർത്താ നേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനുമുള്ള വാർത്താ നേരമാണ് ഇനി. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഉണ്ടാകുമെന്ന പതിവുറപ്പോടെ നമുക്ക് ആരംഭിക്കാം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. നാടിനെ ഒന്നാകെ നടുക്കിയൊരു അപകടം ഇന്നലെ നടന്നു. അങ്ങ് ഇടുക്കി ചിത്തിരപുരത്ത് റിസോർട്ടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനിടെ 2 തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടമായത്. അനധികൃതമായി നിർമ്മിച്ച റിസോർട്ടിനെതിരെ നടപടിയെടുക്കുന്നതിൽ റവന്യൂ വകുപ്പിന് ഗുരുതര വീഴ്ചയാണ് അവിടെ ഉണ്ടായത്. പള്ളിവാസൽ വില്ലേജിനോട് ചേർന്ന് നടന്ന അനധികൃത നിർമ്മാണം ഉദ്യോഗസ്ഥർ കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു. അപകടമുണ്ടായ റിസോർട്ടിന്റെ ഉടമകൾക്കും സൂപ്പർവൈസർക്കുമെതിരെ പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. നിയമത്തെ വെല്ലുവിളിച്ചും ഉദ്യോഗസ്ഥ ഒത്താശയോടെയുമാണ് എനിക്ക് പിന്നിൽ കാണുന്ന മിസ്റ്റി വണ്ടേഴ്സ് എന്ന ഈ റിസോർട്ട് അനധികൃതമായി കെട്ടിയുയർത്തിയത്. അതിനോടൊപ്പം യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ 2 ജീവൻ കൂടി നഷ്ടപ്പെടുത്തി. അനധികൃതമായി നിർമ്മിച്ച മിസ്റ്റി വണ്ടർ റിസോർട്ട് കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തി ഒരുക്കുമ്പോഴാണ് ഇന്നലെ മണ്ണിടിഞ്ഞു വീണ് അപകടമുണ്ടായത്. എന്നാൽ ഈ ജോലികൾ നടത്താൻ ഇവിടെ യാതൊരു വിധത്തിലുള്ള അനുമതിയും ഉണ്ടായിരുന്നില്ല. 2025 ജനുവരിയിൽ റവന്യൂ വകുപ്പ് റിസോർട്ടിന് സ്റ്റോപ്പ് മെമ്മോ നൽകി ഗേറ്റ് സീൽ ചെയ്തതാണ്. എന്നാൽ അത് മറികടന്നുകൊണ്ട് ഉദ്യോഗസ്ഥ ഒത്താശയോടുകൂടി ഖനനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ തുടർന്നു. അനധികൃത നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് മാർച്ച് മാസത്തിൽ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നെങ്കിലും തടയാനുള്ള നടപടി സ്വീകരിച്ചില്ല. ഈ താഴിട്ട് പൊട്ടിയെന്ന് അവകാശപ്പെടുന്ന വില്ലേജ് ഓഫീസർ ഓഫീസിലിരുന്ന് നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് ഈ നിർമ്മാണം വീണ്ടും നടക്കുന്നത് റവന്യൂ വകുപ്പിൻ്റെയും മറ്റു ഉദ്യോഗസ്ഥന്മാരുടെയും ഇടതു വലതുപക്ഷത്തിൻ്റെ സംരക്ഷണയിൽ ഈ പ്രദേശത്ത് തടിച്ചു കൊഴുക്കുന്ന റിസോർട്ട് മാഫിയയുടെയും മൗന അനുമതിയും ഉദ്യോഗസ്ഥന്മാരുടെ മൗനമായ ഒത്താശയും ഇതിനുണ്ട് എന്നും ആർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്ന വസ്തുതയാണ്. വീട് നിർമ്മാണത്തിനുള്ള അനുമതി വാങ്ങിയാണ് റിസോർട്ട് കെട്ടിയതെന്നാണ് വിവരം. അപകടവുമായി ബന്ധപ്പെട്ട് 3 പേർക്കെതിരെയാണ് വെള്ളത്തൂവൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഉടമകളായ എറണാകുളം സ്വദേശി ഷെറിൻ അനില ജോസഫ്, ഭർത്താവ് സെബി പി ബാബു, ഇവരുടെ സഹായി ജെയ്സൺ എന്നിവർക്കെതിരെയാണ് കേസ്. ഈ എറണാകുളം സ്വദേശിയായ ഷെറിൻ എന്ന് പറയുന്ന ഒരു ലേഡിയുടെ പേരിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ അവർ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഹസ്ബൻഡ് താൽക്കാലികമായിട്ട് ഇവിടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നോക്കി നടത്താനായിട്ടാണ് ജെയ്സൺ എന്ന് പറയുന്ന ആളെ ചുമതലപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ ഇന്നലെ FIR ഇട്ടപ്പോൾ 2 പേരുടെയും പേര്, ഈ പ്രോപ്പർട്ടി ഓണറുടെ അവരുടെ ഹസ്ബൻഡിൻ്റെയും പേര് ചേർത്താണ് എടുത്തത്. ഇന്നിപ്പോൾ മറ്റേ ആൾ കൂടി ഇതിനകത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അയാളെയും കൂടി നമ്മൾ പ്രതി ചേർത്തിട്ടുണ്ട്. അപകടത്തിൽ മരിച്ച രാജീവിന്റെയും ബെന്നിയുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ഒരു പ്രദേശത്തെ മുഴുവൻ മുൾമുനയിലാക്കുന്ന വിധത്തിലാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ മൺതിട്ട ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ഇതിന് കാരണക്കാരായവർക്കെതിരെ പോലീസ് നടപടി ഉണ്ടായേക്കാം. അതിനപ്പുറത്തേക്ക് ഇത് കൂടുതൽ പ്രദേശത്തേക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ കൂടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. എന്നാലും ഇടുക്കിയിലെ പല ഭാഗങ്ങളിലും ഇത് കുറേ നാളുകളായി തുടരുന്നുണ്ട്. അങ്ങനെ നിർമ്മാണം വിലക്കിയിടങ്ങളിൽ എങ്ങനെയാണ് ആളുകൾക്ക് ഈ രീതിയിൽ അവിടെ കെട്ടിടങ്ങൾ കെട്ടാൻ കഴിയുന്നത്, കെട്ടിപ്പൊക്കാൻ പറ്റുന്നത്? അത് അധികൃതർ കാണുന്നില്ലേ? ഇത്രയും നാൾ പിന്നെ എന്ത് ചെയ്യുകയായിരുന്നു? ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരങ്ങളില്ല എന്നതാണ് വാസ്തവം. എന്തായാലും ഒരു അപകടം ഉണ്ടാവുകയും അവിടെ 2 ജീവൻ പൊലിയുകയും ചെയ്തപ്പോഴാണ് അതിലൊരു തിരിച്ചറിവുണ്ടാവുന്നത്, അവിടെ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഇനിയെങ്കിലും അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അനധികൃതമായി അവിടെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി കൊച്ചിയിലേക്ക് വരാം. മെട്രോ റൂട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എറണാകുളം തൃക്കാക്കരയിൽ വാട്ടർ അതോറിറ്റി പഴയ പൈപ്പുകൾ മാറ്റിയിടാൻ ഒരുങ്ങുകയാണ്. അതായത് പഴയ പൈപ്പുകൾക്ക് പകരം അത് മാറ്റി പുതിയ പൈപ്പുകൾ സ്ഥാപിക്കണം. സ്വാഭാവികമായിട്ടും വാട്ടർ അതോറിറ്റിയാണ്. ഈ കുടിവെള്ള വിതരണം മുടങ്ങുമോ എന്ന ചോദ്യമായിരിക്കും ഇപ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ വരിക. മുടങ്ങും. 14 ദിവസം നീണ്ടു നിൽക്കുന്ന പൈപ്പിടൽ ജോലി പലയിടത്തും കുടിവെള്ള വിതരണം പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ മുടങ്ങാൻ കാരണമാകും.
അധികൃതരുടെ അറിയിപ്പ് വന്നതോടെ ഇത്രയും ദിവസം വെള്ളം എങ്ങനെ കണ്ടെത്തുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അതേസമയം മെട്രോയുടെ പൈലിംഗ് നടക്കുന്നതിനാൽ പലയിടങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടുന്നുണ്ട് എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. തൃക്കാക്കരയുടെ വികസന സ്വപ്നങ്ങൾക്ക് മിഴിവേകുന്ന മെട്രോയുടെ പണി പുരോഗമിക്കുമ്പോഴും കുടിവെള്ളത്തിന് വേണ്ടി പരക്കം പായുകയാണ് തൃക്കാക്കരയിലെ ജനങ്ങൾ. തൃക്കാക്കരയിലെ ജനങ്ങൾക്ക് കുടിവെള്ള പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് പലർക്കും കുടിവെള്ളം ലഭിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഉപയോഗിക്കുമ്പോഴും ടാങ്കറിൽ വെള്ളം കൊണ്ടുവരേണ്ട ഗതികേട്. ഭയങ്കര രൂക്ഷമാണ്. ഇതൊക്കെ ഞങ്ങൾ വളരെ പരിമിതമായ രീതിയിൽ ഉപയോഗിച്ചാണ് ഈ 4 ദിവസവും തള്ളി നിൽക്കുന്നത്. അത് 4ാമത്തെ ദിവസം വെള്ളം വന്നില്ലേ നമ്മൾ പുറമേ നിന്ന് അടിപ്പിക്കുകയാണ്. അങ്ങനെ വലിയ രൂക്ഷമാണ്. പരാതികൾ പലവട്ടം ഉന്നയിച്ചു. നടപടികൾ എടുക്കുന്നുണ്ടെന്ന് വാട്ടർ അതോറിറ്റിയും മുനിസിപ്പാലിറ്റിയും. മെട്രോ റൂട്ടിൽ പഴയ പൈപ്പുകൾ മാറ്റി പുതിയവയിടാൻ ഒരുങ്ങുകയാണ് വാട്ടർ അതോറിറ്റി. മെട്രോയുടെ പൈലിംഗിന്റെ ഭാഗമായി പഴയ പൈപ്പുകൾക്ക് കോട്ടം സംഭവിക്കുന്നുവെന്ന് ആരോപണം നിലനിൽക്കുന്നു. ഇന്നു മുതൽ ഒക്ടോബർ 1 വരെ നീളുന്ന 14 ദിവസമാണ് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി വരിക. അതായത് നമ്മൾ എക്സിസ്റ്റിംഗ് പൈപ്പുകളെല്ലാം സൈഡിലേക്ക് മാറ്റിയിടുന്ന വർക്കുകൾ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് പൈപ്പ് ലൈൻ ബ്രേക്കേജ് വരാം, എക്സിസ്റ്റിംഗ് ലൈൻ ബ്രേക്ക് വരാം, അല്ലെങ്കിൽ ഇന്റർ കണക്ഷൻ വർക്കിനൊക്കെ ഷട്ട് ഡൗൺ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പരാതികൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ന്യൂസ് കൊടുത്തത്. പക്ഷേ കണ്ടിന്യൂസ് ഷട്ട് ഡൗൺ അല്ല, സപ്ലൈയിൽ ഇന്ററപ്ഷൻസ് വരാം. തോപ്പിൽ പമ്പ് ഹൗസിൽ നിന്നുള്ള ജലം സ്വീകരിക്കുന്ന വാഴക്കാല, സാറ്റലൈറ്റ്, കരിമക്കാട് എന്നീ പ്രദേശത്തെ കുടുംബങ്ങൾക്ക് കൂടുതൽ ദുരിതമാകും. അറ്റകുറ്റപ്പണിയുടെ പ്രഖ്യാപനം വന്നതോടെ ആശങ്കയിലായിരുന്നു ജനങ്ങൾ. എന്നാൽ പൂർണ്ണമായും ജലവിതരണം മുടങ്ങില്ലെന്ന് അധികൃതർ. മുനിസിപ്പാലിറ്റി നിലവിലെ ഒരു ടാങ്കർ ലോറി ഉണ്ട്. വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഫ്രീ ആയിട്ട് വെള്ളം അടിച്ചു കൊടുക്കുന്നുണ്ട്. കരിമക്കാട്, NGO ക്വാർട്ടേഴ്സ്, പടമോള്, അങ്ങനെ ഒരു 3-4 ഏരിയയാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞിരിക്കുന്ന ഏരിയയിൽ ഞങ്ങൾ വെള്ളം എത്തിച്ചു കൊടുക്കും. നമുക്ക് വെള്ളം എത്തിക്കണമെന്ന് വെച്ചാൽ ടാങ്കിൽ കിട്ടുന്ന വെള്ളം കൊണ്ടാണ് എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ പറ്റുള്ളൂ. അതിന് ബദൽ സംവിധാനമായിട്ട് നമ്മൾ കളമശ്ശേരിയിൽ 3 കോടി രൂപ മുടക്കി തൃക്കാക്കരയ്ക്ക് വേണ്ടി മാത്രം ഒരു ടാങ്ക് പണിതുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 90% പണി പൂർത്തിയായിട്ടുണ്ട്. അദാനി ഗ്യാസ് ലൈൻ പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ നടക്കുന്ന സമയത്തടക്കം വാട്ടർ അതോറിറ്റി പൈപ്പുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ആരോപണം. ചെമ്പുമുക്ക് മുതൽ കുന്നുംപുറം വരെയുള്ള ഭാഗത്തെ പഴയ പൈപ്പുകൾ മാറ്റിയാൽ നിലവിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷയുണ്ട് അധികൃതർക്ക്. 4-5 ദിവസങ്ങൾ വൈകി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുമ്പോൾ അതിനിടയിൽ ദുരിതമനുഭവിക്കുന്നത് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയാണ്. ഇവരുടെ ഈ ഒരു ദുരിതത്തിന് ആക്കം കൂട്ടുകയാണ് മെട്രോയുടെ പണിയുടെ ഭാഗമായിട്ട് പല വാട്ടർ അതോറിറ്റി പൈപ്പുകളും തകരുന്നത്. ഏതായാലും ഉടനടി നടപടി ഉണ്ടാകുമെന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ക്യാമറാമാൻ സ്വാതി കൃഷ്ണനും വിഷ്ണുവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഈ നഗരമേഖലയിലൊക്കെ തന്നെ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ തുടർച്ചയായി മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം ഇത്തരത്തിൽ കുടിവെള്ളം ഭാഗികമായി പോലും മുടങ്ങിയാൽ തന്നെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് വലുതാണ്. അതിനുദാഹരണമാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ വർഷം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി. അതായത് 3 ദിവസം വെള്ളം മുടങ്ങുമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഉണ്ടാക്കിയ ബദൽ സംവിധാനങ്ങൾ ഒന്നും മതിയാകാതെ വന്നു. വലിയ പ്രതിഷേധം അവിടെ ഉയരുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ പറയുന്നുണ്ട് ഇത് പൂർണ്ണമായും ഷട്ട് ഡൗൺ അല്ല, ഭാഗികമായിട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴും 14 ദിവസം ഈ രീതിയിൽ മുന്നോട്ട് പോകേണ്ടി വരും ഈ തൃക്കാക്കരയിലെ പലയിടങ്ങളിലുമുള്ള ആളുകൾക്ക്. അതിൽ തന്നെ നഗരസഭാ അധ്യക്ഷ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു വാട്ടർ ടാങ്കർ മാത്രമാണുള്ളത്. എവിടെയെങ്കിലും ആവശ്യമായി വന്നാൽ അവിടേക്ക് അത് കൊണ്ടുപോകും. പക്ഷേ ഇത്രമാത്രം ഏരിയയിലേക്ക് ഒരു ടാങ്കർ കൊണ്ട് എന്താവും എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അത്തരം ചോദ്യങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിലും പലരും ഉയർത്തുന്നുമുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. ബദൽ സംവിധാനങ്ങൾ ഉണ്ടാവട്ടെ. നാട്ടുകാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇനി പൊതുജനത്തിന്റെ ഇമ്പാക്റ്റിലേക്ക് ഒരു പ്രധാനപ്പെട്ട വാർത്ത നൽകി അതിലൊരു അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടലിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. കോഴിക്കോട് കുണ്ടുപറമ്പിൽ റോഡരികിൽ കൂട്ടിയിട്ട മാലിന്യം ഒടുവിൽ അധികൃതർ നീക്കിയെന്ന വാർത്തയാണ് ഇന്ന് പുറത്തുവന്നത്. മാലിന്യം കൂട്ടിയിട്ടത് മൂലം പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതം ഇന്നലെ 24 വാർത്തയാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. മാലിന്യം കൂട്ടിയിട്ടതോടെ കോഴിക്കോട് കുണ്ടുപറമ്പ് നിവാസികൾ ദുരിതത്തിലാണ്. വിവിധയിടങ്ങളിൽ നിന്നായി കൊണ്ടുവന്ന മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാത്തതും നീക്കം ചെയ്യാത്തതുമാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. കോർപ്പറേഷൻ നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യം. മുകളിൽ കണ്ടത് ഇന്നലത്തെ വാർത്തയും ദൃശ്യങ്ങളുമായിരുന്നു. പ്രദേശമാകെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ദുർഗന്ധവും ദുരിതവുമായിരുന്നു പ്രദേശവാസികൾക്ക്. കോർപ്പറേഷൻ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ 24 വാർത്ത നൽകിയപ്പോൾ എല്ലാം ശരിയായി.
മാലിന്യം ഇങ്ങനെ കൂട്ടിയിട്ടത് മൂലം ദുരിതമായിരുന്നു കുണ്ടുപറമ്പുകാർക്ക്. പലയിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മാലിന്യമാണ് സംസ്കരിക്കാതെ കൂട്ടിയിട്ടത്. ദുർഗന്ധവും പകർച്ചവ്യാധി ഭീതിയും തെരുവുനായ ഭീഷണിയുമൊക്കെ ആശങ്കയായിരുന്നു. മഴ പെയ്താൽ ഇതിൽ നിന്നുള്ള മലിനജലം തൊട്ടടുത്ത വീടുകളിലേക്കാണ് ഒലിച്ചിറങ്ങിയിരുന്നത്. ജനങ്ങളുടെ ആവലാതികൾ 24 വാർത്തയാക്കി. വാർത്ത നൽകി 24 മണിക്കൂർ ആകുന്നതിന് മുൻപ് നടപടിയുമായി. നേരത്തെ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന് പരാതി നൽകിയിട്ടും നീക്കാതിരുന്ന മാലിന്യമാണ് ഇപ്പോൾ മാറ്റിയത്. പ്രദേശത്ത് നിന്ന് നീക്കിയ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനൊപ്പം ഇനി ഇവിടെ മാലിന്യമിടാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. നവകിരണം പദ്ധതിയുടെ ഭാഗമായി വനം വകുപ്പിന് ഭൂമി വിട്ടുകൊടുത്തവർ നേരിടുന്നത് വലിയ ദുരിതമാണ്. 4 വർഷമായിട്ടും മലപ്പുറം ചാലിയാർ പഞ്ചായത്തിലെ 23 കുടുംബങ്ങൾക്ക് ഭൂമിയുടെ പണം നൽകിയിട്ടില്ല. ഇപ്പോൾ ആളുകൾ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. ഒരു കുടുംബത്തിന് 15 ലക്ഷം രൂപ നൽകി ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്ന പദ്ധതിയാണ് ഒച്ചിഴയും പോലെ ഇപ്പോൾ പോകുന്നത്. വനവിസ്തൃതി വർദ്ധിപ്പിക്കുക, മനുഷ്യ മൃഗ സംഘർഷം രൂക്ഷമായ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക എന്ന ലക്ഷ്യവുമായി വന്ന പദ്ധതി 2019 ആരംഭിച്ച നവകിരണം. അങ്ങനെ വനം വകുപ്പിനെ, സർക്കാരിനെ വിശ്വസിച്ച് സ്വന്തം ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊടുത്ത 23 കുടുംബങ്ങൾ ഇപ്പോഴും വാടക വീട്ടിലാണ്. ഇതെന്തുകൊണ്ട്? ഒരു കുടുംബത്തിന് 15 ലക്ഷം രൂപ നൽകി ഭൂമി സർക്കാർ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. എത്ര ഭൂമി ഉണ്ടെങ്കിലും 15 ലക്ഷമാണ് ലഭിക്കുക. വീടിന് പണമില്ല. പുള്ളിപ്പാടം വില്ലേജിലെ മലോടി നിവാസികൾ 2021 നവംബർ 26-ന് വനംവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഭൂമി നൽകാൻ തയ്യാറാണ് എന്ന് കാണിച്ച് അപേക്ഷ നൽകി. പാരമ്പര്യമായി താമസിച്ചു വന്ന സ്ഥലമാണ് സർക്കാരിന് നൽകിയത്. 6 മാസം കൊണ്ട് പണം ലഭിക്കും എന്നുള്ളതായിരുന്നു 23 കുടുംബങ്ങൾക്കുമുള്ള ഉറപ്പ്. ഇപ്പോൾ 4 വർഷമായി പണമില്ല. ടാപ്പിംഗ് നടത്തുന്ന റബ്ബർ മരങ്ങൾ വരെ കിട്ടിയ വിലയ്ക്ക് മുറിച്ചു വിറ്റ് ഭൂമി സർക്കാരിന് നൽകിയവരാണ് ഗതികേടിലായിരിക്കുന്നത്. വാടക വീട്ടിലാണ് ഇവരെല്ലാം കഴിയുന്നത്. ഈ ഭൂമി വെച്ച് ലോൺ എടുത്തിട്ടുണ്ട്. അത് പലിശയും കൂട്ടുപലിശയിലും എത്തിയിരിക്കുന്നു. ഇനിയും പണം ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ മറ്റു വഴിയില്ലെന്ന് ഭൂമി വിട്ടുകൊടുത്തവർ. 26/11/2021 അന്നത്തെ ജൂനിയർ സൂപ്രണ്ട് ഓഫീസ് മുജീബ് റഹ്മാന്റെ കയ്യിൽ രേഖ കൊടുത്തതിൻ്റെ ആ രേഖകളെ ഫോട്ടോസ്റ്റാറ്റാണ് ഇതൊക്കെ. 1 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ പൈസ ഇട്ടും മുറിച്ചോളം എന്ന് പറഞ്ഞു. വെട്ട് തുടങ്ങി 3-ാമത്തെ വർഷം വെട്ട് തുടങ്ങിയ മരങ്ങളാണ് മുറിച്ച് നമ്മൾ ഒഴിവാക്കി കൊടുത്തത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ബാങ്കിൽ കടം, ബാങ്കുകാർ ഡെയിലി വിളിക്കുക. അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ പോണത്. ഇത് ഇനി ഇങ്ങനെ ഞങ്ങൾക്ക് കിട്ടാതിരുന്ന ആത്മഹത്യ അല്ലാതെ യാതൊരു നിവൃത്തിയില്ല. ഷെഡ് വെച്ചാണ് താമസിക്കുന്നത്. ഷെഡൊക്കെ ആന വന്നിട്ടൊക്കെ പൊളിച്ചൊക്കെ ഇട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി. 2 ചെറിയ കുട്ടികളുണ്ട്. പിന്നെ ഏട്ടനൊരു സുഖമില്ലാത്തതാണ്. ഞങ്ങൾ മരുന്നും മങ്കൂടിയായി കഴിയുന്നത്. ഞങ്ങൾക്ക് വാടകയ്ക്ക് നിൽക്കാൻ കഴിയില്ല. പെട്ടെന്ന് പൈസ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വാടകയ്ക്ക് പോയവരാണ്. ഇപ്പം ഞങ്ങൾക്ക് മക്കളെയും വെച്ച് വാടക കൊടുക്കാനും ഞങ്ങൾക്ക് മരുന്നും ഹോസ്പിറ്റലും കേസും എല്ലാം പാടെ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ലൈഫ് ഇൻഷുറൻസ് ഒരു വീട് പാസ്സായിട്ട് ഇപ്പം അതും കിട്ടാതായി. എന്തെങ്കിലും പെട്ടെന്നൊരു നടപടി കാണണോ ഇതിന്? ഞങ്ങൾക്ക് വേറെ വഴിയില്ല ജീവിക്കാൻ. അതുകൊണ്ടാണ്. കിഫ്ബി സഹായത്തോടെയും റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിലുമായിരുന്നു പദ്ധതി മുന്നോട്ടു പോയത്. കിഫ്ബി ഫണ്ടിൽ പണമുണ്ടെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. പക്ഷേ എന്ന് നൽകുമെന്ന് ഇപ്പോഴും കൃത്യതയില്ല. മിക്കവരും പ്രായമായ ആളുകളാണ്. ചികിത്സയ്ക്ക് പോലും മറ്റു വഴികളില്ല. വനാതിർത്തിയിൽ ഒറ്റപ്പെട്ടു പോകേണ്ട എന്ന് കരുതിയാണ് എല്ലാവരും ഒരുമിച്ച് സർക്കാരിന് ഭൂമി കൊടുത്തത്. ഇപ്പോൾ വീടിന്റെ കാര്യവും പലിശയുടെ കാര്യവും എല്ലാം ആലോചിച്ച് ഓരോ നിമിഷവും വേദന തിന്നുകയാണ് കുറെ പാവങ്ങൾ. അവരെ ഇനിയും പരീക്ഷിക്കാതെ അവർക്ക് അർഹതപ്പെട്ട പണം ഉടൻ വനംവകുപ്പ് നൽകണം. വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. അപ്പൊ കാര്യങ്ങൾ വ്യക്തമാണ്. 6 മാസം കൊണ്ട് പണം ലഭിക്കും എന്നായിരുന്നു സർക്കാർ നൽകിയ ഉറപ്പ്. എന്നാൽ വർഷം പലത് കഴിഞ്ഞെങ്കിലും ഒരു രീതിയിലുള്ള തിരിഞ്ഞുനോക്കലും ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ചില പ്രതികരണങ്ങൾ കൂടിയുണ്ട്, അതിലേക്കാണ്. 2 പേരിലൊരു സ്ഥലമുണ്ട്. എൻ്റെ ഭാര്യൻ്റെ പേരിൽ 30, എൻ്റെ പേരിൽ 90 സെൻറ്റും. അതൊന്നും ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. കാരണം അതൊക്കെ കണ്ടൊരു വരുമാനമായിട്ട് ഗൾഫൊക്കെ നിർത്തിയതാണ്. പക്ഷെ ഒന്നും കയ്യിൽ കിട്ടിയിട്ടില്ല. ഒരുപാട് ഇടങ്ങാറ് തന്നെയാണ്. ഞാൻ 63 വർഷം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് 11 മക്കളുണ്ട്. ഞാനും ഭർത്താവില്ല. എൻ്റെ മക്കൾക്ക് ക്യാൻസർ രോഗികൾ വരെ ഉണ്ട്.
അവരൊക്കെ മരുന്നിന് തെണ്ടി നടക്കുക. ഭയങ്കര സങ്കടമുണ്ട്. എല്ലാ മേഖലകളിലും ഇവിടെ ആനയായിട്ടും മൃഗങ്ങളുടെ എല്ലാ ശല്യങ്ങളും ഉണ്ട്. കുരങ്ങായിട്ടും പന്നിയായിട്ടും എല്ലാം. പിന്നെ സ്കൂളിൽ കുട്ടികളെ പറഞ്ഞു വിടണമെങ്കിലും ബുദ്ധിമുട്ടാണ്. ഭൂമിക്ക് കൂടുതൽ ഏക്കറിനൊക്കെ നല്ല പൈസ കിട്ടുന്ന സ്ഥലം തന്നെയായിരുന്നു. പക്ഷെ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ആരും ഇത് എടുക്കാൻ തയ്യാറുമല്ല. അപ്പം എന്നാൽ കിട്ടുന്നതായാലും അത് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇത് തീരുമാനം എടുത്തുകൊണ്ട് അങ്ങനെ കൊടുക്കാമെന്ന് വെച്ചത്. വെള്ളമില്ല, വെളിച്ചല്ല, വഴിയില്ല, ഈ വക ഒന്നുമില്ല. എന്നാൽ റേഷൻ കാർഡിന് കിട്ടണ മണ്ണെണ്ണ ഇല്ലാതെയാക്കി. ലൈഫിൻ്റെ ഇതിൽ ഒരു 4 ലക്ഷം രൂപ തന്നിട്ട് ഒരു വീട് ഞങ്ങൾ ഉണ്ടാക്കി. അതിൽ ഞങ്ങൾ വലിയ തൃപ്തരായിരുന്നു. പക്ഷെ ഇങ്ങനൊരു പദ്ധതി വന്നപ്പോൾ പഞ്ചായത്ത് ഇടപെട്ട് പറയുന്നത് വീടിൻ്റെ പൈസയും 9% പലിശയും കൂടെ തിരിച്ചടയ്ക്കണം എന്നാണ്. എന്തായാലും ജനങ്ങളുടെ ദുരിതം അതവർ ഇങ്ങനെ അധികൃതരോട് പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. എത്രയും പെട്ടെന്നൊരു ഇടപെടൽ ഉണ്ടാകണം ഇനിയെങ്കിലും എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ലഭിക്കുന്നൊരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് വളയത്ത് തെരുവു നായയുടെ ആക്രമണം. 5 വയസ്സുകാരനും ഒരു സ്ത്രീയും ഉൾപ്പെടെ 4 പേർക്ക് കടിയേറ്റു. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടിയെ നായ ആക്രമിച്ചത്. ഒരു 4 മണിക്ക് അങ്ങനെയാ കടിച്ചത്. പിന്നെ മുറ്റത്ത് തന്നെ ഞങ്ങളെ വാക്കലെ സോഫയിൽ ഇരുന്നിട്ടുണ്ട്, അവിടെ നിന്ന് കടിച്ചത്. മുറ്റത്തുനിന്ന് ഞങ്ങളെ മുന്നിൽ തന്നെ ഉണ്ട് നായ. എനിക്ക് പിന്നെ നമ്മളെ എന്ത് ചെയ്ത് കൂക്കി കൊണ്ടാ പോയത്. ആ രണ്ടാമത് കടിക്കുമ്പോൾ രണ്ടാമത് പിന്നെയും കൂക്കിയിട്ടതാ പോയത്. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. മിഥില, വീണ്ടും കോഴിക്കോട് നിന്നൊരു തെരുവു നായയുടെ ആക്രമണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ നായയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ പരിക്ക് ഗുരുതരമാണോ? പ്രജിൻ, നായയെ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പരുക്ക് ഗുരുതരമാണ്. ഈ 5 വയസ്സുകാരനും സ്ത്രീയും ഉൾപ്പെടെ 4 പേർക്കാണ് ഇത്തരത്തിൽ തെരുവു നായയുടെ ആക്രമണം നേരിടേണ്ടി വന്നത്. വൈകുന്നേരം 4 മണിക്കാണ് ഈ 5 വയസ്സുകാരൻ വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്നു. ഈ തെരുവു നായ ആക്രമിച്ച സമയത്ത് വീട്ടുകാർ ബഹളം വെച്ചതിന് പിന്നാലെയാണ് ഇത് ഈ കുട്ടിയെ വിട്ട് ഓടിപ്പോയത്. മുഖത്തും ഒപ്പം തന്നെ പുറത്തുമാണ് കടിയേറ്റുള്ളത്. ഈ പരുക്ക് ഗുരുതരമാണ്. ആദ്യം വടകരയിലെ തന്നെ 2 ആശുപത്രിയിൽ കാണിച്ചു. പിന്നീട് ഈ പരുക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. മറ്റ് പരുക്കേറ്റ ആളുകളുടെയും സ്ഥിതി ഇതുതന്നെയാണ്. ഈ ഒരു പ്രദേശം എന്നത് തെരുവുനായ ആക്രമണം അതിരൂക്ഷമായ ഒരു സ്ഥലമാണ്. 2 ആഴ്ച മുൻപ് തെരുവുനായയുടെ ആക്രമണത്തിൽ 17 പേർക്ക് പരിക്കേറ്റ ഒരു സാഹചര്യവും ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രജിൻ, മിഥില ബാലനാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.